students. Welcome back to our YouTube channel of Farooq Higher Secondary School, Farooq College. I am Nafila here, Faculty of Mathematics. In the previous class, we have learned about the basic concepts of relations. Now, in this section, we are going to discuss about some types of relations such as reflexive, symmetric and transitive. And the first one is reflexive relation. That is, if A belongs to R for all A belongs to A. അതായത് നമുക്ക് തരുന്ന ഒരു A എന്ന് പറഞ്ഞ സെറ്റിലുള്ള ഓരോ എലമെന്റ് സ്മോൾ എക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓർഡേർഡ് പെയർ A ഫോമിൽ വരുന്ന എലമെന്റ്സ് എവിടെ ഉണ്ടായിരിക്കണം? റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് A കറസ്പോണ്ടിങ് ആയിട്ട് A അതിന്റെ ഐഡന്റിറ്റി മാറുന്നില്ല. Aനോട് തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന ഫോമിൽ വരുന്ന എലമെന്റ്സ് റിലേഷനിൽ ഉണ്ടെങ്കിൽ we can say that relation R is reflexive. Okay, for example, let A equal to set 1, 2, 3 and R equal to ഈ ഒരു സെറ്റിൽ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുവാണ്. ആ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ അതിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? ഡെഫിനിഷൻ ഓർത്തോളാം. എയിൽ വരുന്ന ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് A ഫോമിൽ വരുന്ന എലമെന്റ്സ് ആണ് റിലേഷനിൽ വേണ്ടത്. ക്ലിയർ? സോ നമുക്കിവിടെയുള്ള സെറ്റിൽ വരുന്ന എലമെന്റ്സ് 1, 2, 3 ആണ്. അപ്പൊ അതിലെ ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെ വരണം? 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1, 1 വരണം. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വേണ്ടത്? 2, 2 വരണം. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3, 3. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. എയിൽ വരുന്ന എല്ലാ എലമെന്റ്സും കറസ്പോണ്ടിങ് ആയിട്ട് A ഫോമിൽ വരുന്ന എലമെന്റ്സ് 1ന് 1, 1, 2, 2, 2, 3, 3, 3 എലമെന്റ്സ് എല്ലാം റിലേഷൻ വരുന്നുണ്ട്. സോ ദിസ് റിലേഷൻ R ഈസ് reflexive. Okay, another example, R equal to set ordered pair 1, 1, 2, 2, 3, 3, 1, 2 and 3, 1. ഈ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കും അല്ലേ? കാരണം എന്താണ്? ഇതില് 1, 1, 2, 2, 3, 3 നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ 3 എലമെന്റ്സും നമ്മുടെ റിലേഷനിൽ വരുന്നുണ്ട്. സോ നമുക്ക് എന്താണെന്ന് പറയാം? റിഫ്ലെക്സീവ് ആണെന്ന് പറയാം അല്ലെ? പക്ഷെ ഇതിന് പുറമെ ഇവിടെ എന്തുണ്ട്? വേറെയും 2 എലമെന്റ്സ് കൂടി വരുന്നത്. ദാറ്റ് ഈസ് 1, 2 and 3, 1. 1, 2 and 3, 1 കൂടി അവിടെ ഉണ്ട്. പക്ഷെ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് വേണ്ട എലമെന്റ്സ് അവിടെ ഉണ്ടോ നോക്കാം. നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 1, 1, 2, 2, 3, 3 എല്ലാം എവിടെയുണ്ട്? റിലേഷനിലുണ്ട് അല്ലെ? സോ ബാക്കിയുള്ള അത് കൂടാതെ വേറെയും എലമെന്റ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഈ റിലേഷൻ എന്ത് തന്നെയാണ്? റിഫ്ലെക്സീവ് തന്നെയാണ്. ഇനിയിപ്പോ ഞാൻ ഇവിടെ ഈ 3, 1 എന്ന് പറഞ്ഞ ആ ഒരു എലമെന്റ് ക്യാൻസൽ ചെയ്യുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലോ എന്ത് തന്നെയാണ്? റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് ആണ്. കാരണം നമ്മുടെ 3 എലമെന്റ്സും അവിടെ തന്നെയുണ്ട്. ഓക്കെ, ഇനി സപ്പോസ് ഞാൻ 2, 2 ആണ് ക്യാൻസൽ ചെയ്തെന്ന് വിചാരിക്കുക. 2, 2 അങ്ങ് ക്യാൻസൽ ചെയ്തു. ഓക്കെ, റിലേഷനിൽ 2, 2 ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കും? ഇല്ല അല്ലെ? എന്താണ് നമുക്ക് വേണ്ടത്? 1, 2, 3 ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണ് ആവണമെങ്കിൽ 1, 1 വേണം, 2, 2 വേണം, 3, 3 നിർബന്ധമായിട്ടും 1, 1, 2, 2, 3, 3 വരണം. പക്ഷെ ഇവിടെ 2, 2 മിസ്സിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു എലമെന്റ് എങ്കിലും അതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ റിലേഷൻ എന്തായിരിക്കില്ല? റിഫ്ലെക്സീവ് ആയിരിക്കില്ല. സോ ദിസ് റിലേഷൻ ആർ ഈസ് നോട്ട് എ റിഫ്ലെക്സീവ് റിലേഷൻ. ഓക്കെ, ഇനി എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ അതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എങ്ങനെയുള്ളതായിരിക്കണം? എങ്ങനെയായിരിക്കണം വരുന്നത്? ഇവിടെ നോക്കുക നിങ്ങൾ. A equal to set 1, 2, 3 ഈ ഒരു സെറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ നിർബന്ധമായിട്ടും അതിൽ ഏതൊക്കെ ഉണ്ടായിരിക്കണം? മിനിമം ഏതൊക്കെ ഉണ്ടായിരിക്കണം? 1, 1, 2ന് കറസ്പോണ്ട് 2, 2, 3ക്ക് 3, 3 അല്ലെ? സപ്പോസ് ഇനി A equal to സെറ്റ് AB ആണെങ്കിൽ ഈ ഒരു സെറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ ആ റിലേഷനിൽ നിർബന്ധമായിട്ടും ഏതൊക്കെ എലിമെന്റ്സ് ഉണ്ടായിരിക്കണം? എ കറസ്പോണ്ടിങ് ആയിട്ട് A വരണം, B കറസ്പോണ്ടിങ് ആയിട്ട്
എന്തും വരണം ബി ബിയും മിനിമം അതിലുണ്ടായിരിക്കണം അല്ലെ. വേറെയും ഒരുപാട് എലമെന്റ്സ് വരാം, എ ബിയും ബി ഒക്കെ വരാം. പക്ഷെ മിനിമം ഇത് റിഫ്ലെക്സീവ് ആണെങ്കിൽ മിനിമം ഇത്രയും എലമെന്റ്സ് നിർബന്ധമായും അതിലുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ 3 എലമെന്റ്സ് വരുന്നുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എ ഫോമിൽ വരുന്ന 3 ഓർഡേർഡ് പെയർ റിലേഷനിൽ വരണം, മിനിമം അത് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ. ഓക്കെ, അതേപോലെ ഇവിടെ 2 there are 2 elements in the set A. Then ആ റിലേഷൻ റിഫ്ലെക്സീവ് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ അതില് എ ഫോമിൽ വരുന്ന 2 എലമെന്റ്സ് വരണം അല്ലെ. ഇവിടെ 3 എലമെന്റ്സ് വന്നാൽ റിലേഷനിൽ 3 ഓർഡേർഡ് പെയർസ് വരണം. ഇവിടെ 2 എലമെന്റ്സ് ആണ് സെറ്റിലെങ്കിൽ 2 ഓർഡേർഡ് പെയർസ് റിലേഷനിൽ വരണം. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു n നമ്പർ ഓഫ് എലമെന്റ്സ് വരുന്ന ഒരു സെറ്റില് ഡിഫൈൻ ചെയ്യുന്ന റിലേഷനിൽ എത്ര എലമെന്റ്സ് വരണം, എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കണം? നിർബന്ധമായിട്ടും n ഓർഡേർഡ് പെയർസ് ഉണ്ടായിരിക്കണം അല്ലെ. ഒരു സെറ്റില് n നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ ആ ഒരു റിലേഷനിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് n നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് the minimum number of ordered pairs to form a reflexive relation on a set of n elements is n. Okay, അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു a equal to 1 2 3 ആണെങ്കിൽ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ മിനിമം 1 1 2 2 3 3 നിർബന്ധമായിട്ടും വരണം. a b ആണെങ്കിൽ a a b b നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ നമ്മൾ മറ്റൊരു പേര് വിളിക്കും. They are called identity relation. എന്താണ് ഐഡന്റിറ്റി റിലേഷൻ? ഇപ്പൊ 1 2 3 ആണെങ്കിൽ ഐഡന്റിറ്റി റിലേഷൻ 1 1 2 2 3 3. ഒരു 4 കൂടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് 4 4 എന്ന എലമെന്റും കൂടി വരും. ഓക്കെ, they are called identity relation. ഇനി എന്റെ മറ്റൊരു ചോദ്യം ഇതാണ്, what is the minimal reflexive relation? ഏറ്റവും ചെറിയ റിഫ്ലെക്സീവ് റിലേഷൻ ഏതായിരിക്കും? യെസ്, വെരി ഗുഡ്. ഏതാണ്? ഐഡന്റിറ്റി റിലേഷൻ അല്ലെ. ഒരു സെറ്റില് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ നിർബന്ധമായിട്ടും ഏതൊക്കെ വേണം? ആ എലമെന്റ്സിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് എ ഫോമിൽ വരുന്ന എലമെന്റ്സ് വേണം അല്ലെ. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് റിലേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡന്റിറ്റി റിലേഷൻ എന്ന് വിളിക്കുന്നത്. സോ ദി മിനിമൽ റിഫ്ലെക്സീവ് റിലേഷൻ അത് ഏതാണ്? ഐഡന്റിറ്റി റിലേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ മുൻപേ പറഞ്ഞ ഒരു 2 റിലേഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ എംപ്റ്റി റിലേഷൻ ഫൈയും ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻ എ ക്രോസ് എ. എംപ്റ്റി റിലേഷൻ ഫൈ ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻ എ ക്രോസ് എ. ഈ 2 റിലേഷൻസ് റിഫ്ലെക്സീവ് ആണോ? ആണോ? എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്രോസ് എ പറഞ്ഞാൽ എല്ലാ എലമെന്റ്സും വരും അല്ലെ. ഇവിടെ എ ഈക്വൽ ടു 1 2 3 ആണെങ്കിൽ ക്രോസ് 1 2 3 അല്ലെ. 1 1 2 2 3 3 1 2 3 1 and so on. അതായത് എല്ലാ എലമെന്റ്സും വരുന്ന സെറ്റ് ആണ് എ ക്രോസ് എ. സോ നമുക്കത് ക്ലിയർ ഈസി ആയിട്ട് പറയാം അത് എന്താണ്? അത് റിഫ്ലെക്സീവ് ആയിരിക്കും. ഓക്കെ, then what about phi? Phi ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. phi ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണോ? phi എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇറ്റ്സ് എ എംപ്റ്റി റിലേഷൻ അല്ലെ. അതില് ഒരു എലമെന്റ്സും വരുന്നില്ല അല്ലെ. there is no elements. ബട്ട് നമുക്ക് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ അതിൽ ഏതെല്ലാം എലമെന്റ്സ് വരണം? നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ വരുന്ന ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓർഡേർഡ് പെയർ എ നിർബന്ധമായിട്ടും ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്താവുന്നുള്ളൂ? അതൊരു റിഫ്ലെക്സീവ് റിലേഷൻ ആവുന്നുള്ളൂ അല്ലെ. ബട്ട് ഇതിൽ എന്തില്ല? there is no elements. അപ്പം ഇത് എന്തെല്ലാം? ഒരു റിഫ്ലെക്സീവ് റിലേഷൻ അല്ല. this phi is not a reflexive relation. Okay, now we are moving to the next type of relation, that is symmetric relation. Okay, വളരെ ഈസി ആയിട്ടുള്ള റിലേഷൻ ആണ് സിമെട്രിക്. നോക്കാം നമുക്ക് എന്താണ് സിമെട്രിക് റിലേഷൻ. if ordered pair AB belongs to R, which implies ordered pair BA belongs to R. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. റിലേഷനിൽ ഓർഡേർഡ് പെയർ എ ബി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും റിലേഷനിൽ എന്തുണ്ടായിരിക്കണം? ഓർഡേർഡ് പെയർ ബി എ കൂടി ഉണ്ടായിരിക്കണം. എ ബി ഉണ്ടെങ്കിൽ ബി എ നിർബന്ധമായിട്ടും റിലേഷനിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ that relation R is called symmetric relation.
ഓക്കെ, അത് ആക്ച്വലി എ ബിയുടെ ഒരു മിറർ ഇമേജ് ആണ് ഏത് ബി എ വരുന്നത്. അല്ലെങ്കിൽ എ ബി ഒന്ന് തിരിച്ചെഴുതാം, തിരിച്ചിട്ടാൽ എ ബി തിരിച്ചു എന്ത് കിട്ടും? ഓർഡേഡ് പെയർ ബി എ കിട്ടും. അപ്പൊ എ ബി ഉണ്ടെങ്കിൽ ബി എ നിർബന്ധമായിട്ടും റിലേഷനിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ സിമെട്രിക് റിലേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, let A equal to set 1, 2, 3 and let R equal to set ordered pair 1, 2. ഞാൻ ഈ ഒരു സെറ്റിൽ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുവാണ്. ആ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ സിമെട്രിക് ആവണമെങ്കിൽ 1, 2 ഉണ്ടെങ്കിൽ അത് സിമെട്രിക് ആവണമെങ്കിൽ എന്തും വേണം? എ ബി ഉണ്ടെങ്കിൽ ബി എ വേണം. സോ 1, 2 ഉണ്ടെങ്കിൽ എന്ത് നിർബന്ധമായിട്ടും വരണം? അതിനെ തിരിച്ചിട്ടാൽ കിട്ടുന്നത് ഏതാണ്? 2, 1. സോ 1, 2 ഉണ്ടെങ്കിൽ 2, 1 കൂടെ അതിൽ വരണം. അങ്ങനെയാണെങ്കിൽ that relation R is symmetric, അല്ലേ? So this relation R is symmetric. Now another example, R is equal to ordered pair 1, 1, 2, 2, 3, 3 and 1, 3. What about this relation? നോക്കുക, 1, 1 തിരിച്ചിട്ടാലും എന്ത് തന്നെയാണ്? 1, 1 ആണ്. 2, 2 2, 2 ഓക്കെ ആണ്. 3, 3 3, 3 തന്നെയാണ്. Then what about 1, 3? 1, 3 തിരിച്ചിട്ടാൽ 3, 1 ആണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലേ? പക്ഷെ 3, 1 R ഉണ്ടോ? ഇല്ല. Here 3, 1 does not belong to R. So this R is not a symmetric relation. നമ്മൾ മുൻപേ പറഞ്ഞിരിക്കുന്ന റിലേഷൻസ് ആണ് ഐഡന്റിറ്റി റിലേഷൻ, എൻറ്റി റിലേഷൻ, യൂണിവേഴ്സൽ റിലേഷൻ, അല്ലേ? ഇത് മൂന്ന് റിലേഷൻസും സിമെട്രിക് റിലേഷൻസ് ആണ്. നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഐഡന്റിറ്റി റിലേഷൻ. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന സെറ്റ് എ ഈക്വൽ ടു 1, 2, 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഡിഫൈൻ ചെയ്യുന്ന ഐഡന്റിറ്റി റിലേഷൻ ഏതാണ്? സെറ്റ് 1, 1, 2, 2, 3, 3, അല്ലെ? ഇതായിരുന്നു നമ്മുടെ ഐഡന്റിറ്റി റിലേഷൻ. സിമെട്രിക് ആണോ? ആണ്, അല്ലേ? 1, 1 തിരിച്ചിട്ടുള്ള 1, 1 ഉണ്ട്, 2, 2 2, 2 ഉണ്ട്, 3, 3 3 3 3 വരുന്നുണ്ട്. സോ ഐഡന്റിറ്റി റിലേഷൻ ഈസ് സിമെട്രിക്. ഓക്കെ, then what about A cross A? A cross A എന്താണ്? യെസ്, നമുക്ക് സംശയമില്ലാണ്ട് നമുക്ക് പറയുന്നത് എന്ത് തന്നെയാണ്? സിമെട്രിക് ആണ്. കാരണം A cross A എല്ലാ എലമെന്റ്സും വരുന്നുണ്ട്, അല്ലെ? ഒരു എലമെന്റ് പോലും അത് വിട്ടു പോകുന്നില്ല. A cross A എല്ലാ എലമെന്റ്സും വരുന്നതുകൊണ്ട് തന്നെ A cross A എന്താണ്? സിമെട്രിക് ആണ്. Then 5 empty relation, അത് സിമെട്രിക് ആണ്. 5 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആക്ച്വലി empty relation, എലമെന്റ്സ് ഒന്നും തന്നെ വരുന്നില്ല, അല്ലെ? ഇത് സിമെട്രിക് ആണോ എന്ന് ആഴ്ച നോക്കിയേ. 5 എന്ന് പറഞ്ഞ റിലേഷൻ, empty relation, സിമെട്രിക് റിലേഷൻ ആണ്. എന്താണ്? യെസ്, സിമെട്രിക് ആണ്, അല്ലെ? എന്തുകൊണ്ടാണ് 5 സിമെട്രിക് ആയത്? നമ്മൾ പറഞ്ഞു ഡെഫിനിഷൻ ഒന്ന് നോക്കുക നിങ്ങള്. ഡെഫിനിഷൻ എന്താണ്? എ ബി ആറിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആറിൽ എന്ത് വേണം? ബി എ വേണം, അല്ലെ? എ ബി ഉണ്ടെങ്കിൽ ബി എ നിർബന്ധമായിട്ടും ആറിൽ ഉണ്ടായിരിക്കണം. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ എംപ്റ്റി റിലേഷനിൽ അവിടെ എ ബി ഇല്ല. നോ എംപ്റ്റി റിലേഷൻ എലമെന്റ്സ് ഒന്നും തന്നെ ഇല്ല, അല്ലെ? സോ ഇവിടെ എ ബി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ബി എ ഉണ്ടോ നോക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല, അല്ലെ? അപ്പൊ എ ബി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് നോക്കിയാൽ മതി? ബി അവിടെ വരുന്നുണ്ടോ നോക്കിയാൽ മതി. സോ ഇവിടെ കണ്ടീഷൻ നോക്കേണ്ട ഒരു സിറ്റുവേഷനേ ഇവിടെ വരുന്നില്ല. സോ ആ ഒരു കേസിൽ നമുക്ക് എന്താണെന്ന് പറയാം? 5 is a symmetric relation. ഇനി എന്റെ ചോദ്യം ഇതാണ്, what is the minimal symmetric relation? ഏറ്റവും ചെറിയ സിമെട്രിക് റിലേഷൻ ഏതാണ്? യെസ്, വെരി ഗുഡ്. ഏതാണ്? empty relation 5, അല്ലെ? 5 എന്ന് പറഞ്ഞാല് എലമെന്റ്സ് ഒന്നും തന്നെ ഇല്ല. അതാണ് ഏറ്റവും ചെറിയ സിമെട്രിക് റിലേഷൻ. ഇനി വരുന്ന റിലേഷനിലൊക്കെ എന്താണ്ടാവും? ഏതെങ്കിലും എലമെന്റ്സ് വരും, അല്ലെ? അപ്പൊ ഏറ്റവും ചെറിയ മിനിമൽ സിമെട്രിക് റിലേഷൻ ഏതാണ്? empty relation 5 ആയിരിക്കും. ഓക്കെ, സോ ഐഡന്റിറ്റി റിലേഷൻ സിമെട്രിക് ആണ്. 5 എന്ന് പറയുന്നതും A cross A എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ റിലേഷനും ഒക്കെ എന്താണ്? സിമെട്രിക് റിലേഷൻസ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസിറ്റീവ്. നോക്കാം നമുക്ക് എന്താണ് ട്രാൻസിറ്റീവ്. If ordered pair AB belongs to R and ordered pair BC belongs to R, which implies ordered pair AC belongs to R. Please note that the second element should be the first element in the next one. എന്താണ് ട്രാൻസിറ്റീവ് കണ്ടീഷൻ? ഇതാണ് എ ബി ആൻഡ് ബി സി. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതായിരുന്നു. ഇവിടെ എ ബി ബിയിൽ അവസാനിച്ചു. അപ്പൊ നെക്സ്റ്റ് എലിമെന്റ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം?
ബിയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം എ ബിയും ബി സിയും റിലേഷനിൽ ഉണ്ടെങ്കിൽ ദെൻ റിലേഷനിൽ ഏതും വരണം, എ സി നിർബന്ധമായിട്ടും റിലേഷനിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ that relation R is called transitive. Clear? For example, let A equal to set 1, 2, 3. ഞാൻ ഈ ഒരു സെറ്റിൽ റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. R equal to ordered pair 1, 2 and ordered pair 2, 3. ശ്രദ്ധിക്കാം, ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ 1, 2 ഉണ്ട്, 2ൽ അവസാനിച്ചു, then 2ൽ തുടങ്ങുന്ന മറ്റൊരു എലമെന്റ് കൂടി 2, 3 കൂടി ആ റിലേഷനിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ ഏത് കൂടി വരണം, 1, 3 കൂടി റിലേഷനിൽ ഉണ്ടായിരിക്കണം അല്ലെ. 1, 3 അങ്ങനെ 1, 3 കൂടി റിലേഷനിൽ ഉണ്ടെങ്കിൽ അത് എന്താണ്, that relation R is transitive. Then next example, if R is equal to set ordered pair 1, 2, 2, 3. ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. നോക്കുക, 1, 2 2ൽ അവസാനിച്ചു, then 2ൽ തുടങ്ങുന്ന ഒരു എലമെന്റ് ഉണ്ട് 2, 3 അല്ലെ. അപ്പൊ ഇത് ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്ത് വേണം, 1, 2, 2, 3 ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഏത് വരണം, 1, 3 ഇവിടെ വരണം അല്ലെ. But 1, 3 does not belongs to R, so this is not a transitive relation. Another example, let R equal to 1, 2 and 3, 2. What about this relation? നോക്കുക, 1, 2 2ൽ അവസാനിച്ചു അല്ലെ. 2ൽ തുടങ്ങുന്ന ഏതെങ്കിലും എലമെന്റ് അവിടെ ഉണ്ടോ, ഇല്ല. Then next element 3, 2 2ൽ അവസാനിച്ചു, 2ൽ തുടങ്ങുന്ന ഏതെങ്കിലും എലമെന്റ് അവിടെ ഉണ്ടോ, ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ കണ്ടീഷൻ ഡെഫിനിഷൻ നിങ്ങൾ ഓർക്കുക, എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് വരണം, എ സി ഉണ്ടായിരിക്കണം അല്ലെ. പക്ഷെ ഇവിടെ എ ബി മാത്രമേ ഉള്ളൂ, ഇവിടെ ബി സി നോക്കാൻ നെക്സ്റ്റ് എലമെന്റ് അവിടെ ഇല്ല. സോ ഇവിടെയും എന്ത് വരുന്നില്ല, കണ്ടീഷൻ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. സോ നമുക്കിത് എന്താണെന്ന് പറയാം, ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. ഓക്കെ, അപ്പൊ കണ്ടീഷൻ നോക്കേണ്ട സിറ്റുവേഷൻ അവിടെ വരാത്തത് കൊണ്ട് നമുക്കത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. Then another example, let R equal to 1, 2, 2, 3, 3, 1. ഇത് ട്രാൻസിറ്റീവ് ആണ്. 1, 2 2ൽ അവസാനിച്ചു അല്ലെ. അപ്പൊ 2ൽ അവസാനിച്ചു, 2ൽ തുടങ്ങുന്ന ഒരു എലമെന്റ് അവിടെ ഉണ്ട്. അപ്പൊ ഏത് വരണം, 1, 3 റിലേഷനിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ ഏതാണ്, 1, 3 അല്ല, ഏതാണ് 3, 1 ആണ് അല്ലെ. നമുക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, 3, 1 1, 3ക്ക് പകരം പറ്റുമോ, ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ 1, 3 എന്ന് പറയുന്ന എലമെന്റും 3, 1 രണ്ടും ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. സോ ഇത് എന്തല്ല, ദിസ് ഈസ് നോട്ട് എ ട്രാൻസിറ്റീവ് റിലേഷൻ. നമ്മൾ മുൻപേ പറഞ്ഞ 3 റിലേഷൻസ് ആണ്, ഐഡന്റിറ്റി റിലേഷൻ, എംപ്റ്റി റിലേഷൻ ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻ. ഈ 3 റിലേഷൻസും ട്രാൻസിറ്റീവ് ആണ്. What is identity relation? നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന സെറ്റ് A equal to 1, 2, 3 ആണ്. സോ ഐഡന്റിറ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 1, 1, 2, 2 and 3, 3. ട്രാൻസിറ്റീവ് ആണോ, 1, 1 1ൽ അവസാനിച്ചു, 1 തുടങ്ങുന്ന ഒരു എലമെന്റും ഇല്ല, 2ൽ അവസാനിച്ചു തുടങ്ങുന്ന എലമെന്റ് ഇല്ല, 3ൽ അവസാനിച്ചു തുടങ്ങുന്ന ഒരു എലമെന്റ് ഇല്ല അല്ലെ. സോ ഇതെന്താണ്, കണ്ടീഷൻ നോക്കാൻ സിറ്റുവേഷൻ വരുന്നില്ല. സോ അതെന്താണ്, ഐഡന്റിറ്റി റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. ഓക്കെ, then what about A cross A? A cross A ഈസി ആയിട്ട് പറയാം അല്ലേ, കാരണം A cross A എല്ലാ എലമെന്റ്സും ഉണ്ട്. സോ എന്താണ്, ക്ലിയർലി it is transitive. A cross A is transitive. And last one is empty relation. 5 എന്ന് പറഞ്ഞാൽ empty relation ആണ് അല്ലേ, there is no element. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്താണ്, എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എ സി ഉണ്ടാവണം. ഇവിടെ എ ബിയും ഇല്ല, എ ബി ഇല്ല, ബി സി ഇല്ല, കണ്ടീഷൻ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നേ ഇല്ല. സോ ഇത് എന്താണ്, it is transitive. So identity relation, phi and A cross A ഇതെല്ലാം എന്താണ്, ട്രാൻസിറ്റീവ് റിലേഷൻസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, what is the minimal transitive relation? എന്താണ് ഏറ്റവും ചെറിയ ട്രാൻസിറ്റീവ് റിലേഷൻ? യെസ്, വെരി ഗുഡ്. ഏതാണ്, phi അല്ലേ. phi തന്നെയാണ് ഏറ്റവും ചെറിയ ട്രാൻസിറ്റീവ് റിലേഷൻ. there is no element. അതിലും ചെറിയ ട്രാൻസിറ്റീവ് റിലേഷൻ വേറെ ഇല്ല അല്ലേ. phi തന്നെയായിരുന്നു ഏത്, മിനിമൽ സിമെട്രിക് റിലേഷൻ ഏത് തന്നെയായിരുന്നു, phi തന്നെയായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ നോർമലി പറയാറുള്ള കുറെ റിലേഷൻസ് ഉണ്ട് അല്ലെ. നമ്മുടെ
ഡെയിലി ലൈഫിൽ നമ്മൾ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, ഫ്രണ്ട്, ഒരുപാട് റിലേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള റിലേഷൻസ് എല്ലാം നമുക്ക് ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഫാദർ എന്ന് പറഞ്ഞ റിലേഷൻ, ആ റിലേഷൻ നമുക്ക് ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ഓക്കെ, നമ്മുടെ കണ്ടീഷൻ ഇതായിരുന്നു, എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഏതുണ്ടാവണം, എ സി ആറിലുണ്ടായിരിക്കും. അപ്പൊ ഞാൻ എ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എടുക്കുവാണ് ഫാസിൽ, ആൻഡ് ബി കറസ്പോണ്ടിങ് ആയിട്ട് ഫിനു. ഓക്കെ, അവിടെ ഫിനുവിൽ അവസാനിച്ചാൽ നെക്സ്റ്റ് ഓർഡർ പേർ എവിടെ തുടങ്ങണം, ഫിനുവിൽ സ്റ്റാർട്ട് ചെയ്യണം. സോ ഫിനു ആൻഡ് അനദർ വൺ അബ്ദു. ഓക്കെ, അപ്പം ഫാസിൽ, ഫിനു ആൻഡ് ഫിനു, അബ്ദു ഇത് രണ്ടും ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നിർബന്ധമായിട്ടും ഏതും ആറിലുണ്ടായിരിക്കണം, ഫാസിൽ, അബ്ദു ആറിലുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ എന്തായിരുന്നു, ഫാദർ ആണ്. നമുക്ക് നോക്കാം. ഫാസിലിന്റെ ഫാദർ ആണ് ഫിനു. ഓക്കെ, ദെൻ ഫിനുവിന്റെ ഫാദർ ആണ് അബ്ദു. അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്, ഫാസിലിന്റെ ഫാദർ ആയിരിക്കണം അബ്ദു ആണോ, അല്ല, ഫാസിലിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് അബ്ദു വരിക അല്ലെ. സോ ഫാദർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റിലേഷൻ എന്തല്ല, ദാറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഓക്കെ, ദെൻ അതുപോലെ നിങ്ങൾ നമ്മുടെ റിലേഷൻസ് മദർ, സിസ്റ്റർ, അതുപോലെ ഫ്രണ്ട്, അപ്പൊ അങ്ങനെയുള്ള റിലേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻ. അതിൽ സിമെട്രിക്കിൽ മാത്രമേ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് നോക്കിയിട്ട് നമ്മൾ അത് റിഫ്ലെക്സീവ് ആണോ അല്ലയോ എന്ന് പറയുന്നുള്ളൂ. സിമെട്രിക്കിന്റെയും ട്രാൻസിറ്റീവിന്റെയും കേസിൽ നമ്മൾ എവിടെ നോക്കിയിട്ടാണ് അത് പറയുന്നത്, റിലേഷനിൽ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. സിമെട്രിക്കിൽ നമ്മൾ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം, അത് നോക്കുന്നുണ്ട്. അതുപോലെ ട്രാൻസിറ്റീവിലും എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എ സിയും ഉണ്ടാവും. ഓക്കെ, അതിൽ നിങ്ങളുടെ എക്സാമിന് 1 മാർക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയിട്ടുള്ള റിഫ്ലെക്സീവ് അല്ലാത്ത ഒരു റിലേഷൻ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഏത് പറയും? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഏതാണത്, സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണ് ബട്ട് നോട്ട് റിഫ്ലെക്സീവ്. അത് ഏതായിരുന്നു? യെസ്, ഇറ്റ് ഈസ് ഫൈ അല്ലെ. ഫൈ എന്തല്ല, റിഫ്ലെക്സീവ് അല്ലായിരുന്നു, സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണ്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, സിമെട്രിക്കും റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും ആയിട്ട് വരുന്ന റിലേഷൻ എക്സാമ്പിൾ ചോദിച്ചാൽ എന്ത് പറയാം, എ ക്രോസ് എ അല്ലെ. എ ക്രോസ് എയും വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു, ഏതായിരുന്നു അത്, ഐഡന്റിറ്റി റിലേഷൻ അല്ലെ. അത് രണ്ടും എന്താണ്, റിഫ്ലെക്സീവും ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവും ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.